ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്നും സംവിധായകൻ രഞ്ജിത്തിനെ മാറ്റണമെന്ന സമ്മർദ്ദം സർക്കാരിനുമേൽ ശക്തമാകുന്നു. എന്നാൽ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്ന് ആവർത്തിക്കുന്നതിലൂടെ രഞ്ജിത്തിന് സംരക്ഷണം തീർക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. അതേസമയം CPI ഉൾപ്പെടെ മുന്നണിക്കുള്ളിൽ തന്നെ രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന ആവശ്യമുയരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ്. അറിയപ്പെടുന്ന സംവിധായകൻ എന്നതിലുപരി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി ഒരു നടി രംഗത്ത് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഒരു ബോംബ് പോലെ പൊട്ടിയപ്പോഴാണ് പലർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങളുമായി പലരും രംഗത്ത് വരുന്നത്. ഇതിലേറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന സംവിധായകനെതിരെയാണ്. അതുകൊണ്ടാണ് രഞ്ജിത്തിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. എന്നാൽ സർക്കാരാകട്ടെ പരാതി രേഖാമൂലം നൽകിയാൽ മാത്രമേ നടപടി സ്വീകരിക്കാനാകൂ എന്ന വാദം ആവർത്തിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിച്ചും അദ്ദേഹത്തിലെ കലാകാരനെ പ്രശംസിച്ചുമാണ് രംഗത്ത് വന്നത്. ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു. അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് ചെയ്യും. എന്നാൽ ഇതിന് പിന്നാലെ പ്രതിപക്ഷം ഉൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. രഞ്ജിത്ത് എന്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രഞ്ജിത്ത് പദവി ഒഴിയണമെന്ന സിനിമാ മേഖലയിൽ നിന്ന് പോലും ആവശ്യമുയർന്നു. സംവിധായകൻ ഡോക്ടർ ബിജുവും നടൻ അനൂപ് ചന്ദ്രനും പരസ്യമായി രംഗത്ത് വന്നു. ഇത്തരം ഏത് സംഗതികളും നടക്കുന്നത് അത് പണത്തിൻ്റെ അല്ലെ മൂലധനത്തിൻ്റെ അതുപോലെ അധികാരത്തിൻ്റെ ഒക്കെ ഒരു അതീശത്വത്തിലാണ്. ഈ സമാന്തര സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പൈസക്ക് വളരെ കഷ്ടപ്പെട്ടും വളരെ കൂട്ടായ്മയും രൂപപ്പെടുന്ന സിനിമകളാണ്. അത്തരം സിനിമകളിൽ തൊഴിലാളിയും തൊഴിലുടമയും ഇല്ല, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. എന്നാൽ മുന്നണിക്കുള്ളിൽ CPI നിലപാട് ഘടിപ്പിച്ചപ്പോൾ സർക്കാർ വെട്ടിലായി. മുതിർന്ന നേതാവ് ആനി രാജയും AIYFും ആരോപണം തെളിയും വരെ രഞ്ജിത്ത് പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ നിലപാട് കൂടുതൽ വ്യക്തമാക്കി മന്ത്രി സജി ചെറിയാന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് എന്ന് വിശദീകരിച്ചാണ് മന്ത്രിയുടെ രണ്ടാം വരവ്. അപ്പോഴും ആരോപണം തെളിഞ്ഞാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നതിലൂടെ രഞ്ജിത്തിന്റെ സംരക്ഷണ കവചം നിലനിർത്തുകയാണ് സർക്കാർ. ഏത് രീതിയിലാണ് ആരോപണം തെളിയേണ്ടത് എന്ന് മന്ത്രി വിശദീകരിക്കുന്നുമില്ല. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയാകട്ടെ മന്ത്രിയുടെ നിലപാട് തള്ളുകയാണ്. ആരോപണം ഉയർന്നാൽ അന്വേഷണം നടത്താമെന്നും പ്രാഥമിക പരിശോധന നടത്തി നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും P. സതീദേവി പ്രതികരിച്ചു. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. 4 ഭാഗത്തു നിന്ന് പ്രതിഷേധം ശക്തമാകുമ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൈവിടാതെ സർക്കാരിന് മുന്നോട്ടു പോകാനാകുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.